വടകരയിൽ ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. ബി.ജെ.പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി.ആർ. പ്രഫുൽ കൃഷ്ണനെതിരെയാണ് പ്രതിഷേധം. പ്രഫുൽ കൃഷ്ണന്റെ കോലം കത്തിച്ചു. വടകര നാദാപുരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് ബി.ജെ.പിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എം.എസ്. അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇന്നലെയാണ് അവിടെ അയാൾ ഈ പ്രഫുലിനെതിരെയുള്ള പ്രകടനവും മറ്റും നമ്മൾ കണ്ടത്. കോലം കത്തിക്കലും മറ്റും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? രഞ്ജിത്ത്, ബി.ജെ.പിയിൽ അസാധാരണമായി നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഇന്നലെ വടകരയിൽ നടന്നിരിക്കുന്നത്. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ പാർട്ടി പതാകകളുമായി പ്രവർത്തകർ തന്നെ തെരുവിലിറങ്ങുക, ഒപ്പം പാർട്ടി ജില്ലാ പ്രസിഡന്റ് കോലം കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതെന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ വടകരയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു തുടർച്ചയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം വടകര നാദാപുരം മണ്ഡലങ്ങളിൽ നിന്നും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ റിബലായി പത്രിക നൽകിയ 2 പേരടക്കം 9 പേരെ കഴിഞ്ഞ ദിവസം ബി.ജെ.പി നോർത്ത് ജില്ലാ കമ്മിറ്റി പുറത്താക്കിയിരുന്നു. ഇതിൽ പത്രിക നൽകിയ ശ്യാംരാജ് കുരിയാടി, നാദാപുരത്ത് പത്രിക നൽകിയ കെ. പത്മകുമാർ എന്നിവരെയാണ് പുറത്താക്കിയത്. ഇവർക്ക് പിന്തുണ സ്വീകരിച്ച അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന നിലപാടെടുത്ത അവരടക്കമുള്ള 9 പ്രാദേശിക നേതാക്കളെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ, ഏതാണ്ട് 30ഓളം പേരുണ്ട്. ഇവരെല്ലാവരും പ്രാദേശിക തലത്തിലെ ബി.ജെ.പിയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സജീവമായി ബി.ജെ.പി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരാണ് ആ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. ഏതാണ്ട് 30ഓളം പേരാണ് റിസോർട്ട് പരിസരത്തു നിന്നും പ്രകടനം ആരംഭിക്കുകയും നഗരത്തിൽ ചുറ്റി അടക്കാത്തിരി ജംഗ്ഷനിൽ വെച്ച് കോലം കത്തിക്കുകയും ചെയ്തു. എന്തായാലും പ്രഫുൽ കൃഷ്ണ എന്ന സ്ഥാനാർത്ഥിയെ മുകളിൽ നിന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്. പ്രാദേശിക പ്രവർത്തകരുടെ വികാരം മാനിക്കാതെയാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് അടക്കമുള്ള ആരോപണങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ ബി.ജെ.പിയുടെ ജില്ലാതല നേതാക്കളുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം അടക്കം വിഷയത്തിൽ ഇടപെടും എന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. കേവലം ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലെ പാർശ്വങ്ങൾക്കപ്പുറം ഗുരുതരമായ ഫണ്ട് തട്ടിപ്പും പ്രഫുൽ കൃഷ്ണയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് പ്രാദേശിക തലത്തിലെ ഈ വിമത നേതാക്കൾ ആരോപിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും വ്യാപകമായ ഫണ്ട് തട്ടിപ്പ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതിലും വരും ദിവസങ്ങളും ഒരു ചൂടി പിടിച്ച വിഷയമായി തന്നെ ഇത് ജില്ലയിൽ മാറും. ശരി. കോഴിക്കോട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.